കേരളക്കരയിലെ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ മുതിർന്നവരെയും എല്ലാവരെയും ഒരുപോലെ ആകർഷിച്ച വേടൻ എന്ന ചെറുപ്പക്കാരന്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമായി. അതുപോലെ തന്നെ വേടൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ചില വിവാദങ്ങളിലൊക്കെയും പെട്ടു. ആദ്യം പെട്ടത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ലഹരി കേസിലാണ് ആദ്യം പെട്ടത്. അത് കഴിഞ്ഞ് പുലിപ്പല്ലി കേസായി മാറി. അതിനുശേഷം ഇപ്പോൾ ഒരു പുതിയ കേസിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നതാണോ അതോ വേടൻ അതിൽ അകപ്പെട്ടതാണോ, വേടൻ ചെയ്തതാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് അന്വേഷിച്ചാൽ എവിടെ ചെന്നെത്തും എന്ന് നമുക്കൊന്ന് നോക്കാം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ പ്രതിയായിരിക്കുന്നു. 31-കാരിയായ യുവ ഡോക്ടറിന്റെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസെടുത്തത്. വേടൻ ഇതിൽ പ്രതിയായത് എങ്ങനെയാണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം. വേടന് പറയാനുള്ളത് എന്താണ്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഈ കഴിഞ്ഞ ദിവസം തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത്, ചാറ്റൽ മഴയുള്ള ഒരു ദിവസം, ചാറ്റൽ മഴയിൽ ഒരു യുവതി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നു. പോലീസുകാരൻ, റിസപ്ഷനിലുണ്ടായിരുന്ന പോലീസുകാരൻ ചോദിക്കുന്നു, എന്താണ് മാഡം കാര്യം? കാര്യം തിരക്കിയപ്പോൾ ഒരു പരാതിയുണ്ട്, ആ പരാതി അറിയിക്കാനാണ് ഞാൻ വന്നത്. പരാതി എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു പരാതി എഴുതിയ കടലാസ് റിസപ്ഷനിലെ പോലീസുകാരനെ ഏൽപ്പിച്ചു. പോലീസുകാരൻ അത് വാങ്ങി വായിച്ചപ്പോൾ മനസ്സിലായി ഇത് അല്പം പിശകുള്ള കാര്യമാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. അദ്ദേഹം മേലുദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു. മേലുദ്യോഗസ്ഥൻ ആ പരാതി വിശദമായി വായിച്ചു. യുവതിയുടെ വിശദമായ മൊഴിയെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനോട് SI പറഞ്ഞു, നിർദ്ദേശിച്ചു. അതിനായി വനിതാ ASI പ്രീതയെ ഈ മൊഴിയെടുക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു. തൃക്കാക്കര സ്റ്റേഷൻ ഹൗസ് ഓഫീസറെയും ഈ വിവരം അറിയിച്ചു. SHO ചോദിച്ചത്, ആർക്കെതിരെയാണ് നിങ്ങൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? യുവതിയുടെ മറുപടി ഹിരൺ ദാസ് മുരളി എന്നായിരുന്നു. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ ASI പ്രീതയ്ക്ക് മുന്നിൽ യുവതി അവളുടെ പരാതി പറഞ്ഞു തുടങ്ങി. നോക്കൂ മേഡം, ഞാനൊരു ഡോക്ടറാണ്. 2019 കോഴിക്കോട് പഠിക്കാനെത്തിയത്. ഞാൻ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. വേടൻ വിത്ത് വേഡ് എന്ന ഇൻസ്റ്റാ ID-യിലൂടെ വേടൻ ഇട്ട പാട്ടുകളും ചിത്രങ്ങളും എല്ലാം ആസ്വദിച്ചു. അതിലുണ്ടായിരുന്ന വേടനുമായുള്ള അഭിമുഖങ്ങളും എല്ലാം ഞാൻ നിരന്തരം കാണുമായിരുന്നു. അതിലുണ്ടായിരുന്ന ചില തെറ്റുകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇൻസ്റ്റാ ID-യിലൂടെ മെസ്സേജിലൂടെ വേടനെ അറിയിക്കുന്നുണ്ടായിരുന്നു. അതിന് വേടൻ മറുപടിയും തരുന്നുണ്ടായിരുന്നു. എന്റെ നിരീക്ഷണങ്ങൾ വേടന് ഏറെ ഇഷ്ടപ്പെട്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് പതിവായി. തീർച്ചയായും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയാണല്ലോ, പരിചയപ്പെടുന്നതും മെസ്സേജുകൾ കൈമാറുന്നതും ഒക്കെ. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറി. അധിക സമയം എടുത്തില്ല. മൊബൈൽ ഫോൺ നമ്പറുകൾ കൈമാറി. അങ്ങനെ ചാറ്റുകളും ഫോൺ വിളികളും ഏറി വന്നു. വാട്സപ്പിലൂടെയും തുടങ്ങി. അങ്ങനെ തമ്മിൽ കൂടുതൽ അടുത്തു. തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും വേടൻ ഒരു ദിവസം അറിയിക്കുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിലെ ഒരു ആചാര മര്യാദയായ ചായ കൊണ്ടുവന്നു കൊടുത്തു. ചായ ഒരു കോൾ കുടിച്ചുകൊണ്ട് വീണ്ടും യുവ ഡോക്ടർ തന്റെ പരാതി തുടർന്നു. എനിക്ക് കറക്റ്റായി ഡേറ്റ് ഓർമ്മയില്ല. 2023 ഓഗസ്റ്റ് മാസത്തിലാണ്. അന്ന് ഞാൻ താമസിക്കുന്നത് കോഴിക്കോടുള്ള ഫ്ലാറ്റിലാണ്. കൂടെ താമസിച്ചിരുന്നവർ ഒപ്പമില്ലായിരുന്നു. അന്നൊരു ദിവസം വേടൻ ഫോണിൽ വിളിച്ചു. താൻ എവിടെയാണ്, ഒന്ന് നേരിൽ കാണണം എന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
എന്ന് പറഞ്ഞു. ഇതിനിടയിൽ എന്താണ് കാര്യമെന്ന് ഞാൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ നേരിൽ പറയാവുന്ന കാര്യങ്ങളാണ്, നേരിൽ പറയാമെന്ന് മറുപടി. അപ്പൊ എവിടെയാണ് താമസിക്കുന്നത്, ലൊക്കേഷൻ ഇട് എന്ന് പറഞ്ഞു. അപ്പോഴും എന്താണ് കാര്യമെന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. വാഷ് എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് വേടൻ മറുപടി കൊടുത്തു. അങ്ങനെ ഇവിടെ താമസിക്കുന്ന ലൊക്കേഷനും ഐഡിയും എല്ലാ വിവരങ്ങളും വേടന് അയച്ചു കൊടുത്തു. വേടൻ എല്ലാ വിവരങ്ങളും കൈമാറി. അങ്ങനെ തൃക്കാക്കര സ്റ്റേഷനിലെ ASI പ്രീതയ്ക്ക് മുമ്പിൽ തലകുനിച്ചിരുന്ന് യുവതി ബാക്കി സംഭവങ്ങളും കൂടി പറയാൻ തുടങ്ങി. അന്നുച്ചയ്ക്ക് ഏകദേശം 1 മണിയായിട്ടുണ്ടാവും. 3-ാം നിലയിലെ അപ്പാർട്ട്മെന്റിൽ കോളിംഗ് ബെല്ലിൽ ശബ്ദിക്കുന്ന ശബ്ദം കേട്ടു. ചെന്ന് വാതിൽ തുറന്നു. അപ്പോഴത് വേടനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുവരും ലിവിംഗ് റൂമിലെത്തി. വേടൻ സംസാരിച്ചു തുടങ്ങിയത് ഫേസ്ബുക്കിൽ വന്ന ആ പോസ്റ്റിനെ കുറിച്ചായിരുന്നു. കുടിക്കാൻ എന്താണ് വേണ്ടതെന്ന് ഇടയിൽ ചോദിച്ചു. അപ്പോൾ വേടൻ പറഞ്ഞു, വേണ്ട, ഒന്നും വേണ്ട, താൻ ഇവിടെ വന്നിരിക്കെ, സീരിയസ് ആയി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ലിവിംഗ് റൂമിൽ തറയിൽ ഒരു ബെഡ് വിരിച്ചിരുന്നു. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് വേടൻ പറഞ്ഞു. അങ്ങനെ താനും വേടനും നിലത്തിട്ട ബെഡിൽ അടുത്തടുത്തിരുന്നു. അവിടെ ഇരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് വേടൻ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ പതുക്കെ പതുക്കെ എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ വേടന്റെ സംസാരത്തിന്റെ ലെവൽ, ടോൺ മാറി തുടങ്ങി. അങ്ങനെ കൂടുതൽ കൂടുതൽ ചേർന്നിരുന്നു. ഞാൻ തന്നെ ഒന്ന് കിസ് ചെയ്തോട്ടെ എന്ന് വേടൻ ഇടയിൽ ചോദിച്ചു. എനിക്ക് വേടനോട് അതിയായ ഇഷ്ടമുള്ളത് കൊണ്ട് ആ ചോദ്യത്തിന് ഞാൻ സമ്മതിച്ചു. പക്ഷെ അയാളുടെ അപ്രതീക്ഷിതമായ നീക്കം എന്നെ തളർത്തി കളഞ്ഞു. അങ്ങനെ ചുംബിച്ച ശേഷം വേടൻ എന്നെ അപ്രതീക്ഷിതമായി ബെഡിലേക്ക് തള്ളിയിട്ടു. പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അയാൾ ബലം പ്രയോഗിക്കാൻ തുടങ്ങി. എന്റെ അനുവാദം കൂടാതെ അയാൾ അന്ന് എന്നെ വേണ്ടതെല്ലാം ചെയ്തു. പക്ഷെ ഇതിലൊരു മൗനാനുവാദം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു പറയപ്പെടാത്ത സത്യം. അങ്ങനെ 4 വർഷത്തെ സംഭവങ്ങൾ യുവതി തൃക്കാക്കര സ്റ്റേഷനിലെ ASIയോട് വിവരിച്ചു. എനിക്ക് ആ കാര്യങ്ങൾ ഒരു മെന്റൽ ഷോക്കായി മാറി. ഞാൻ വേടനോട് ഈ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ വേടൻ പറഞ്ഞിരുന്നത്, താൻ പേടിക്കുമെന്നും വേണ്ട, തല്ലേ ഞാൻ കല്യാണം കഴിക്കും, തന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് ആശ്വാസവാക്കുകളായി പറഞ്ഞിരുന്നത്. അന്നത്തെ ആ ഒരു വിഷയത്തിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ റിക്കവർ ആയത്. ഞാൻ വേടനെ അമിതമായി വിശ്വസിച്ചു പോയി, എന്റെ മനസ്സിൽ ഉറപ്പിച്ചു പോയി. പക്ഷേ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. 3 ദിവസം എന്നോടൊപ്പം താമസിച്ചാണ് അന്ന് വേടൻ മടങ്ങിപ്പോയത്. വളരെ തളർന്ന യുവതി ഒരു കോഴി ചായ കൂടി കുടിച്ചു. വീണ്ടും തുടർന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി കൊണ്ടിരുന്നു. അയാളെ താൻ അല്ലെങ്കിൽ ഇവിടെ മനസ്സറിഞ്ഞ് വിശ്വസിച്ചു. എഴുതിക്കൊണ്ടിരുന്ന ASI പ്രീത അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു, ബാക്കി കൂടി വിശദമായി വേഗം പറയൂ, എഴുതിയെടുക്കട്ടെ, എല്ലാം റെക്കോർഡാക്കട്ടെ. അങ്ങനെ ആ ഡോക്ടർ ശേഷിക്കുന്ന സംഭവങ്ങൾ കൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു തുടങ്ങി. തുടർന്ന് ഫോണിലൂടെ തങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമായിരുന്നു. അങ്ങനെ വേടൻ തന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, എഴുത്തിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ജീവിതത്തിലുള്ള എല്ലാം ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. വേടൻ എന്നെ ഫോണിലൂടെ പാട്ടുകൾ പാടി കേൾപ്പിച്ചു. അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. വീണ്ടും 2021 ഡിസംബർ 8-നാണ് പുലർച്ചെ അതിരാവിലെ തന്നെ വേടന്റെ കോളെത്തിയത്. അതിൽ മുഖപുരമില്ലാതെയാണ് വേടൻ എന്നോട് തുറന്ന് കാര്യം പറഞ്ഞത്. മറ്റൊന്നുമല്ല, തെറ്റിദ്ധരിക്കേണ്ട. ഒരു 10,000 രൂപ വേണം, എനിക്ക് പുതിയൊരു പാട്ട് ഇറക്കാൻ വേണ്ടിയാണ്. എന്റെ കയ്യിൽ കാശ് തികയുന്നില്ല.
അങ്ങനെ ഞാൻ HDFC ബാങ്കിൽ നിന്നും വേടന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ 10,000 രൂപ വേടന്റെ അക്കൗണ്ടിലേക്ക് നെറ്റ് ബാങ്കിങ് വഴി 10,000 രൂപ ഇട്ടുകൊടുത്തു. അങ്ങനെ വീണ്ടും 10 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് 2021 ഡിസംബർ 19 വേടൻ വീണ്ടും വിളിച്ചു. അന്ന് ആവശ്യപ്പെട്ടത് ഒരു 5,000 രൂപ കൂടി വേണം എന്നായിരുന്നു. വീണ്ടും പതിവ് പോലെ അന്ന് തന്നെ ഞാൻ ആ പണം അയച്ചു. പിന്നെ വേടന് ഈ ഇവിടെ ഡോക്ടറോട് കടം ചോദിക്കുന്നത് ഒരു പതിവായി മാറി. അങ്ങനെ പലപ്പോഴായി 16,000 രൂപയോളം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തു. അങ്ങനെ ആകെ 31,000 രൂപയാണ് വേടന് കൈമാറിയത്. ഇതൊക്കെ പോരാതെ പരിപാടികൾ അവതരിപ്പിക്കുന്നിടത്തേക്ക് പലയിടങ്ങളിലേക്കും ഡോക്ടർ ട്രെയിൻ ടിക്കറ്റുകളും ബുക്ക് ചെയ്ത് കൊടുത്തു. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത വകയിൽ ഒരു 8,856 രൂപ അങ്ങനെയും ചിലവായിട്ടുണ്ട്. പക്ഷേ ഈ വീട് ഡോക്ടർക്കുണ്ടായത് പണം പോയതിലുണ്ടായിരുന്ന വിഷമമല്ല, പറഞ്ഞു പറ്റിച്ചതിലുണ്ടായിരുന്ന വിഷമമാണ് ഈ ഡോക്ടർക്ക് ഉണ്ടായിരുന്നത്. വീണ്ടും നമ്മുടെ ഡോക്ടർ യുവതി ഓർമ്മകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. 2022 മാർച്ച് 30 രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്രതീക്ഷിതമായി വേടൻ തന്റെ ഫ്ളാറ്റിലേക്ക് കയറി വന്നു. എന്നാൽ ഈ പ്രാവശ്യം വന്നത് പതിവ് പോലെ ആയിരുന്നില്ല. സ്വബോധം നഷ്ടപ്പെട്ടിരുന്നു. എന്തോ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ പെരുമാറ്റത്തിലും അക്കാര്യം വ്യക്തമായിരുന്നു. അന്ന് രാത്രിയും അയാൾ ഡോക്ടറെ ലൈംഗികമായി ഉപയോഗിച്ചു. ബ്ലീഡിംഗ് ഉണ്ടായി. തുടർന്ന് 3 ദിവസം അയാൾ തന്നോടൊപ്പം താമസിച്ചു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ജൂൺ 21 വേടൻ വീണ്ടും തന്റെ ഫ്ളാറ്റിലെത്തി. അന്ന് വേടന്റെ സുഹൃത്തായ വിജീഷും വേടനൊപ്പം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം രണ്ടുപേരും 5 ദിവസം കഴിഞ്ഞാണ് ഫ്ളാറ്റിൽ നിന്നും തിരിച്ചു പോയത്. ആ ദിവസങ്ങളിലും വേടൻ തന്നെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ 2022 ജൂൺ അവസാനത്തോടെ ഈ ഡോക്ടർ കോഴിക്കോട്ടെ പഠനം അവസാനിപ്പിച്ചു. ഓഗസ്റ്റ് 2 മുതൽ കൊച്ചിയിലെ വാടക ഫ്ളാറ്റിലേക്ക് താമസം മാറി. 4-ാം നിലയിലെ 204-ാം നമ്പർ ഫ്ളാറ്റിലായിരുന്നു താൻ താമസം. എന്നാൽ വേടൻ വിട്ടില്ല. തന്നെ തേടി വേടൻ അവിടെയും എത്തി. കുറച്ചു ദിവസം ഒപ്പം താമസിച്ചു. അങ്ങനെ 2023 മാർച്ചിൽ വേടന്റെ കൂട്ടുകാരനായ മിസാജിന്റെ ഏരൂരിലെ വീട്ടിലും തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി താമസിച്ചിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞത് 2024 ജൂലൈ 13 കൊച്ചി ലീമറിഡിയൻ ഹോട്ടലിൽ തന്റെ സംഗീത പരിപാടി ഉണ്ടെന്നും പരിപാടിക്ക് ശേഷം ഫ്ളാറ്റിലേക്ക് വരുമെന്നും വേടൻ വിളിച്ചറിയിച്ചിരുന്നു. അയാളുടെ കൂട്ടുകാരനായ അഖിൽ രാമചന്ദ്രനും മിസാജും നേരത്തെ തന്നെ ഫ്ളാറ്റിൽ എത്തിയിരുന്നു. അങ്ങനെ തങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ലീമറിഡിയനിലെ ഹോട്ടൽ മുറിയിലേക്ക് പോയത്. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് രാത്രി തങ്ങൾ മടങ്ങിപ്പോന്നു. പക്ഷെ വേടൻ മാത്രം എത്തിയില്ല. ഫോൺ വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെ 10 മണിയായി വേടൻ ഫ്ളാറ്റിലെത്തി. പതിവ് പെരുമാറ്റത്തിലായിരുന്നില്ല, വളരെയധികം ദേഷ്യത്തിലായിരുന്നു. താൻ എന്തെങ്കിലും പറയും മുമ്പേ അയാൾ പൊട്ടിത്തെറിച്ചു. എന്നാൽ എനിക്ക് അതെല്ലാം അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് ഡോക്ടർ പോലീസുകാരിയോട് പറഞ്ഞത്. അയാൾ ഉച്ചരിച്ചുകൊണ്ടിരുന്ന വാക്കുകൾ തന്നെ തളർത്തി കളഞ്ഞു. അയാൾ വളരെ ദേഷ്യത്തിൽ നീ എന്താണ് ഇങ്ങനെ ടോക്സിക് ആകരുത് എന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ മുഖത്തിന് നേരെ കൈ ചൂണ്ടി. നീ ഇത്ര പ്രൊസസീവ് ആകരുത്. എന്തിനാണ് നീ എന്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത്? എന്റെ കാര്യങ്ങളിൽ ഇനി മേലാൾ ഇടപെടരുത്. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും, ഇഷ്ടമുള്ളത് ചെയ്യും. ഇക്കാര്യങ്ങൾ നീ അന്വേഷിക്കാൻ വരണ്ട എന്നാണ് വേടന്റെ മറുപടി. ഈ വാക്കുകൾ ഡോക്ടറുടെ നെഞ്ചിലാണ് തറച്ചത്. ഞാൻ മറ്റു പെൺസുഹൃത്തുക്കളുമായി
സെക്സിൽ ഏർപ്പെട്ടാൽ നിനക്ക് എന്താണ് കുഴപ്പം? വെറുതെ ഇടയ്ക്ക് കയറി വരരുത്. പിന്നെ വായിൽ തോന്നിയത് എന്തൊക്കെയോ അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ എല്ലാത്തിനും അവസാനം എല്ലാം പറഞ്ഞതിനു ശേഷം വേടൻ പറഞ്ഞ വാക്കുകളാണ് എന്നെ തീരെ തളർത്തി കളഞ്ഞത്. നമുക്കിനി പിരിയാം. ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഈ ബന്ധം ശരിയാവില്ല. ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ടോക്സിക് റിലേഷൻ നമുക്കിനി വേണ്ട. പെട്ടെന്ന് എന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്ന് 31 വയസ്സുള്ള യുവതി പോലീസുകാരിയോട് പറഞ്ഞു. നമുക്ക് പിരിയാമെന്ന് വേടൻ ഒരിക്കലും പറയുമെന്ന് കരുതിയിരുന്നില്ല. ജീവിതത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ അയാൾക്കൊപ്പം സ്വപ്നം കണ്ടു കഴിയുകയായിരുന്നു. അങ്ങനെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന തന്റെ കൂട്ടുകാരെയും കൂട്ടി വേടൻ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോയി. അങ്ങനെ കുറച്ചു സമയത്തേക്ക് തനിക്കൊന്നും ഓർമ്മയുണ്ടായില്ല. തലയ്ക്കൊരു ആഘാതമേറ്റതുപോലെയായിരുന്നു. എനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ ജീവന് തുല്യം സ്നേഹിച്ച ഒരാളാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഗുഡ് ബൈ പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോയത്. എന്നാൽ എനിക്കവനെ ഒട്ടും തന്നെ പിരിയാൻ കഴിയുമായിരുന്നില്ല. ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു പറഞ്ഞു, നമുക്ക് സമാധാനമായി സംസാരിക്കാമല്ലോ. നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ് പരിഹാരമുണ്ടാക്കാം, താൻ വേടനോട് പറഞ്ഞു. പക്ഷെ അയാൾ ഒന്നും കേൾക്കാനുള്ള ഭാവം കാണിച്ചില്ല. ഒന്നും കേൾക്കാത്ത മട്ടിൽ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് പലവട്ടം താൻ വിളിച്ചു, ഫോൺ എടുത്തില്ല. പിന്നീട് ആ ഫോൺ വിളിക്കായി പല ദിവസങ്ങൾ താൻ കാത്തിരുന്നു. പക്ഷേ അവിടുന്ന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അതോടെയാണ് താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. ആ ഒരു വേർപിരിയലിനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ തനിക്കായില്ല. അങ്ങനെ താൻ കടുത്ത മാനസിക സംഘർഷത്തിലായി മാറി. ഡിപ്രഷൻ ചികിത്സയ്ക്ക് പോകേണ്ടി വന്നു. അത്രയ്ക്ക് മാനസികമായി തളർന്നു. ഈ യുവ ഡോക്ടർ ആയ യുവതി അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇതെല്ലാം കേട്ട് അന്തം വിട്ടിരുന്ന ASI പ്രീത അവസാനമായി ഈ യുവ ഡോക്ടറോട് ഒരു ചോദ്യം കൂടി ചോദിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചിട്ട് 2 വർഷം കഴിഞ്ഞില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് പരാതി പറയാൻ ഇത്രയും വൈകിയത്? സാധാരണ പോലീസുകാർ ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ കുറെ സമയം പോലീസിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന യുവതി അതിന്റെ ഉത്തരം പറഞ്ഞു. അവൻ എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് ഇത്രയും കാലവും കരുതിയത്. ഞാൻ അതിനായി കാത്തിരിക്കുകയായിരുന്നു. പുറത്തറിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ളതും താൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ മറ്റൊരു യുവതിയും തനിക്കുണ്ടായ അതേ അനുഭവം ഓൺലൈൻ മാധ്യമത്തിലൂടെ തുറന്നു പറഞ്ഞതോടുകൂടിയാണ് താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പരാതി നൽകുന്നത്. അങ്ങനെ മൊഴി ഒരു പ്രാവശ്യം കൂടി വായിച്ചു കേട്ട യുവതി അതിൽ ഒപ്പിട്ടു. അങ്ങനെ വേടനെ ബലാത്സംഗത്തിന് കേസെടുക്കാൻ തൃക്കാക്കര ACP ഷിജു PS നിർദ്ദേശം നൽകി. അങ്ങനെ വേടനെതിരെ FIR എടുക്കാൻ തീരുമാനിച്ചു. ഈ കഴിഞ്ഞ 21 പുലർച്ചെ 1:24 531/2025 വേടനെതിരെ FIR നിലവിൽ വന്നു. വേടൻ വെറുതെ ഇരുന്നില്ല. പോലീസ് കേസെടുത്തതിന് പിന്നാലെ വേടനും നിയമ നടപടി തുടങ്ങി. വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് തുടർച്ചയായ ബലാത്സംഗ കുറ്റങ്ങളാണ്. എന്തായാലും അറസ്റ്റ് ഒഴിവാക്കാനാകില്ല. അങ്ങനെ കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകനായ S രാജീവിനെ വേടൻ സമീപിച്ചു. തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും എത്തി. ഈ ഹർജിയിൽ തനിക്കെതിരായ യുവതിയുടെ ആരോപണങ്ങൾക്ക് വേടൻ എന്ന ഹിരൺദാസ് മുരളി മറുപടി പറയുന്നത് ഇങ്ങനെയാണ്. പൊതുസമൂഹത്തിലുള്ള തന്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ കാലങ്ങളായി പലരും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായി മാത്രമാണ് ഇപ്പോഴത്തെ ഈ ആരോപണവും. സമാനമായ രൂപത്തിലുള്ള പരാതികൾ, തനിക്കെതിരെയുള്ള പരാതികൾ ഇനിയും കിട്ടുമെന്ന്
വേടൻ പറയുന്നു. ഇനി അത് വിവിധ വ്യക്തികളിൽ നിന്ന് ഇതേ തരത്തിലുള്ള പരാതികൾ കിട്ടുമെന്നുള്ള ഭീഷണികൾ എനിക്ക് വേറെയും കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ഭീഷണികൾ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇതിനു പിന്നിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ഭീഷണിപ്പെടുത്തി പണം തട്ടലാണ് ഇക്കൂട്ടരുടെ ഉദ്ദേശമെന്ന് താൻ കരുതുന്നു എന്നാണ് വേടൻ പറഞ്ഞു. അങ്ങനെ താൻ ഇതേപ്പറ്റി പരാതിപ്പെടാൻ ഇരുന്നപ്പോഴാണ് ഈ ബലാത്സംഗ കേസ് വരുന്നത്. താനും ഈ യുവതിയുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചാൽ പോലും ഇതൊന്നും ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ല. പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ബലാത്സംഗ പരാതി നൽകുന്നത് നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. പ്രായപൂർത്തിയായ ഈ യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് തനിക്കൊപ്പം ചിലവഴിച്ചതെന്ന് മൊഴിയിൽ തന്നെ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് തടയണമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് വേടൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കേസെടുത്ത പോലീസ് യുവ ഡോക്ടറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. തെളിവെടുപ്പും നടക്കുവാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ വേടന് മുൻകൂർ ജാമ്യം നൽകണോ എന്ന് ഹൈക്കോടതി തീരുമാനിക്കും. മുൻകൂർ ജാമ്യം കിട്ടിയാൽ ഉടൻ തന്നെ വേടനെയും ചോദ്യം ചെയ്തു തുടങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങാനിരിക്കുകയാണ്. വേടനെ അറസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ വേടനെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും. അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ മുൻകൂർ ജാമ്യം കൊടുത്താൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. എന്തായാലും മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് വരെ പോലീസ് കാത്തിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും നെല്ലും പതിരും പോലീസ് തിരിച്ചറിയട്ടെ. ഈ കേസിന്റെ ബാക്കി വിശേഷണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇനിയും പറയാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമസ്കാരം.